സഹൃദയ കലാസ്നേഹികളെ പാട്രിയോട്ട് സിനിമ കണ്ടു. 2 ദിവസം മുന്നേ കണ്ടാണ്. നിങ്ങളിപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരുപാട് റിവ്യൂസ് എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. ആവറേജ് ഒപ്പീനിയൻ ആണ് കൂടുതൽ പേര് വന്നത്. മോശമാണെന്ന് പറയുന്നവരുണ്ട്. എന്റെ ഒപ്പീനിയൻ, പേഴ്സണൽ ഒപ്പീനിയനിൽ ഓൺ ടൈം വാച്ചബിൾ ആണ്. നമുക്ക് സിനിമ തിയേറ്ററിൽ പോയിരുന്ന എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ജെറ്റ് ഫൈറ്റിന്റെ സീനുണ്ട്, ജെറ്റ് പറത്തുന്ന ഫഹദ് പറത്തുന്ന സീനുണ്ട്. ആക്ച്വലി ഇത് കൊള്ളാം, നല്ലൊരു സാധനമാണ്. നമുക്കൊരു ഇതൊക്കെ തരുന്നുണ്ട് സിനിമയിൽ. 1-2 ഗൂസ് ബംസ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര റൊമാൻറ്റിഫിക്കേഷൻ തരുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഓക്കെ ആയിട്ടുള്ള 1-2 സീൻസ് ഒക്കെ ഉണ്ട്. പിന്നെ മോഹൻലാൽ ഫാൻസിന് ഈ പടം ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്കറിയില്ല എത്രത്തോളം. ഇത് അങ്ങനത്തെ ഒരു മാസ് എലമെന്റ് കുത്തിക്കയറ്റിയ ഒരു സിനിമയല്ല. 2 കഥാപാത്രങ്ങൾ, മമ്മൂട്ടിയും മോഹൻലാൽ. ഇതൊരു മമ്മൂട്ടി സിനിമയാണ്. അതിനകത്ത് മോഹൻലാൽ എക്സ്റ്റൻഡ് ക്യാമിയോ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫിൽ മോഹൻലാൽ ഇല്ല, സെക്കൻഡ് ഹാഫിലാണ് മോഹൻലാൽ വരുന്നത്. അപ്പോൾ ഫുള്ള് വേൾഡ് ബിൽഡിംഗ് അങ്ങനെയൊക്കെ കുറച്ച് ഫാസ്റ്റ് പേസിൽ പടം 3 മണിക്കൂർ വെച്ച് പടമുണ്ട്. ബട്ട് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്യുന്നത് അത് വേൾഡ് ബിൽഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് വന്നിട്ട് എഴുത്ത് വളരെ രീതിയിൽ വീക്കായി പോയി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ കാണാത്തൊരു സാധനമല്ല. ഇപ്പം നമ്മൾ ഒരു വലിയ കോർപ്പറേറ്റിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒറ്റയാൾ പോരാട്ടം ചെയ്യുന്ന ഒരു നായകൻ എന്നുള്ളൊരു സാധനം നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലും ഒരുപാട് വന്നിട്ടുള്ള സെയിം ടെംപ്ലേറ്റ് തന്നെ അവർ കുറച്ചുകൂടി ബിഗ് ബഡ്ജറ്റ് ഇട്ട് ക്വാളിറ്റി ബേസിൽ എടുത്തേക്കുന്നു മാത്രം. പടം ബിഗ് ബഡ്ജറ്റ് ആണെന്നോ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇന്റർനാഷണൽ ലെവൽ കാണാൻ പറ്റും. നല്ല സിനിമാറ്റോഗ്രാഫിയാണ്, നല്ല മ്യൂസിക് ആണ്, നല്ല BGMs ആണ്, നല്ല പാട്ടാണ്. അപ്പം അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല, നല്ലതാണ്. ബട്ട് നീ നെഗറ്റീവായിട്ട് തോന്നി എടുത്ത് പറയണമെന്ന് തോന്നി. ഇതിനകത്ത് എന്തോന്ന് ഫൈറ്റ് ആണ്. ഇതിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തത് ആര്? വൃത്തികെട്ട ഫൈറ്റ്. ഫസ്റ്റത്തെ ഒരു സാധനമുണ്ട്, അതായത് ഫ്ലൈറ്റിനകത്ത് വെച്ചിട്ട് മമ്മൂട്ടിയുടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, തല ഇറങ്ങിപ്പോയി. ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയും കൂടെ പറ്റില്ല, ക്യാമറയും കൂടെ ചാട്ടെ എന്ന് പറയാം. ഫൈറ്റ് ചെയ്യുമ്പോൾ ക്യാമറയും കൂടെ ഫൈറ്റ് ചെയ്യട്ടെ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം. എന്ത് വൃത്തികെട്ട ഫൈറ്റ് അത്. ഫൈറ്റ് ഒന്നും ശരിയായിട്ടില്ല, ഒരു ഫൈറ്റും കൊള്ളത്തില്ല, ഒരു ഹൈ നിന്നിട്ടില്ല. മമ്മൂട്ടി മോഹൻലാലിന്റെ ഒരു സീനുണ്ട് വരുന്നത്, അതും വലിയ സംഭവമൊന്നുമില്ല. ഒന്നും ക്യാമറ വർക്കിന്റെ അല്ല ഇത്. ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തതിന്റെ പ്രശ്നമാണോ അതോ ക്യാമറ അലമ്പായതാണോ? ആക്ച്വലി ക്യാമറയൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ലതാണ്. ഈ ഫൈറ്റ് വന്നപ്പോഴത്തേക്കും തല ഇറക്കി കളഞ്ഞു. എനിക്കത് ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിപ്പോയി. നമ്മൾ ഹൈ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലത്ത് തല ഇറങ്ങിപ്പോയി എങ്ങനെ ഇരിക്കും? അതുപോലെ ബാക്കി പടം ഒരു ഓൺ ടൈം വാച്ചബിൾ സിനിമയാണ്. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല. ബട്ട് നമുക്ക് ഫാമിലി ആയിട്ട് പോയി കാണാം. ഇതിന് ഇപ്പൊ കുറെ ഹേറ്റ് ഒക്കെ പടത്തിന് ടുവേർഡ്സ് വരുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പടത്തിലുള്ള ഇതിനകത്ത് സൂപ്പർ ഹീറോസ് ഇല്ല. ഇതിൽ സൂപ്പർ ഹീറോസും ഇല്ല, സൂപ്പർ സ്റ്റാർസും ഇല്ല. കഥാപാത്രം എന്താണോ പറയുന്നത് അതാണ് ചെയ്തേക്കുന്നത്. 2 പേരും, മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും. പിന്നെ മോഹൻലാലിനെ വിളിച്ചു വരും നാണംകെടുത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ ട്രോളൊക്കെ വരുന്നത്. അങ്ങനെയൊന്നുമില്ല. മോഹൻലാലിന് ആ ഒരു കഥാപാത്രത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. അയാൾ ഒരു വീക്ക് സോൾജർ ആണ്. ആക്ച്വലി അതിനകത്ത് അയാൾ തന്നെ പറയുന്നുണ്ട്, അയാൾക്ക് ഒരു ഡയലോഗ് തന്നെ മമ്മൂട്ടി എടുത്ത് പറയുന്നത്, എനിക്ക് പഴയ പോലെ വയ്യ എന്നൊക്കെ ഉള്ള. അപ്പോൾ അയാളൊരു അങ്ങനത്തെ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന ഒരു കാലില്ലാത്ത ഒരു വീക്ക് സോൾജർ ആയിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ അയാൾക്ക് അയാളുടേതായ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർമാനെ പോലെ പറന്നിരിക്കാനൊന്നും പറ്റില്ല. സോ അത് കഥയോട് യോജിച്ച് പോകുന്ന ഒരു സാധനത്തെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഫാൻസിനെ അറിയാമല്ലോ, ഫാൻസ് പലതും പറയും. ഇതൊക്കെ ഫാൻസ് ആണ് കൂടുതലും നശിപ്പിക്കുന്നത് ഈ സിനിമേനെ. മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ് പറയും മമ്മൂട്ടി ചുമ്മാ വിളിച്ച് കളിയാക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ. അതിനൊന്നും ഒരാവശ്യമില്ല. നമുക്ക് ഓൺ ടൈം ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇറ്റ്സ് ആവറേജ് മൂവി, മോശം സിനിമയല്ല. കുഡ് ഹാവ് ബീൻ ബെറ്റർ.